നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ ഗണേഷ്, Head of the Department of Orthopedics at Ahalya Diabetes Hospital, Palakkad. Today happens to be World Arthritis Day, and in respect to that, we would like to clarify a few misconceptions coming to arthritis. With me here today is Dr. Navaneeth, my colleague, who is a specialist orthopedic surgeon and an expert in knee replacement surgery. So here are a few questions, Doctor. Okay, sir. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. Okay. Cracking knuckles, can it cause arthritis? ആർത്രൈറ്റിസ് അഥവാ സന്ധിരോഗം എന്ന് പറയുന്നത് നമ്മുടെ സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പലതരത്തിലാകാം, ഒരു 100 തരത്തിലെങ്കിലും ആർത്രൈറ്റിസുകളുണ്ട്. അപ്പോൾ സാറിപ്പോൾ ചോദിച്ചത് ക്രാക്കിംഗ് ദ നക്കിൾ അഥവാ ഞൊട്ട പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റിനകത്തുള്ള ഗ്യാസ് ബബിൾസ് ബേസ്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ജോയിൻറ്റിന് പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രാക്കിംഗ് ദ നക്കിൾ കൊണ്ട് ജോയിൻറ്റ് ഡിഫോമിറ്റീസോ ഓർ ആർത്രൈറ്റിസോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. What about food? Is there any food items which are good for arthritis? Food items that are not good for arthritis? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യെസ് സർ, അത് ഡെഫിനറ്റ്ലി. അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ജോയിൻറ്റ് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഓൾറെഡി ജോയിൻറ്റിന് കുറച്ച് ഡാമേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ അവർ വീണ്ടും വെയിറ്റ് ഗെയിൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡാമേജ് കൂടുതലാവുകയുള്ളൂ. അതിനനുസരിച്ച് ഇപ്പോൾ വെയിറ്റ് ഗെയിൻ വരാത്ത രീതിയിലുള്ള ലോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ലോ ഫാറ്റ് ഡയറ്റിലോട്ട് പോവുക. അതിന് പകരം കൂടുതലും കാൽസ്യം, വൈറ്റമിൻ ഡി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ഉള്ള ഫുഡിലോട്ട് മാറുക എന്നുള്ളതാണ്. അതിപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പം പറയാനുള്ള ഒരു സ്കോപ്പില്ല. പക്ഷേ ജനറലി ഇത്രയും കാര്യങ്ങളുള്ള ഫുഡിലോട്ട് അവർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. So good things are omega 3, vitamin D and calcium. Sir, very good. Okay. And we see a lot of youngsters who undergo knee replacement surgery these days. Yes, sir. So one of the queries that a lot of patients have is what is the ideal indication or when is knee replacement to be done? And if not for knee replacement, are there other options for treating arthritis? അതായത് ജനറലി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ ലാസ്റ്റ് റിസോർട്ടാണ്. അപ്പം ഈ പേഷ്യൻ്റ് ഏത് അവസ്ഥയിലാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വരുന്നവരിൽ പൊതുവെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസസ്, കുറച്ച് ജോയിൻറ്റ് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് എന്നിവ കൊണ്ട് തന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നവരിൽ നമ്മൾ ജോയിൻറ്റിനകത്തോട്ടുള്ള ഇഞ്ചെക്ഷൻസ്, ഹൈലൂറോണിക് ആസിഡ് അല്ലെങ്കിൽ PRP, സ്റ്റെം സെൽ തെറാപ്പി എന്നിവയും പിന്നെ അതിലും കുറച്ചുകൂടെ ഒരു ഗ്രേഡ് 3 എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ജോയിൻറ്റ് പ്രിസർവേഷൻ സർജറീസ് എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ടും എഫക്റ്റീവ് അല്ലാത്തവർ അല്ലെങ്കിൽ ഓൾറെഡി ഡീഫോമിറ്റി ഒക്കെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ്ലി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഇതിലോട്ട് പോകുന്നത്. Okay. Another doubt a lot of patients have is, when can I get up and start walking after my knee joint is replaced? ഓക്കെ സാർ, അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് അണ്ടർഗോ ചെയ്ത ആൾ ഐഡിയലി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നന്നായിട്ട് നടക്കാം. വേണമെങ്കിൽ അന്ന് ഈവനിങ് തന്നെ നടക്കാം, അനസ്തേഷ്യയുടെ എഫക്റ്റ് ഒക്കെ പോകുന്ന അനുസരിച്ചിട്ട്. നമ്മൾ പൊതുവേ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻറ്റിനെ സപ്പോർട്ട് വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഒരു 2 to 3 വീക്സ് വരെ നമുക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ള വോക്കർ അല്ലെങ്കിൽ ക്രച്ചസ് എന്നുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ട് വേണ്ടി വരും. അതിനുശേഷം പിന്നെ ഫ്രീ ആയിട്ട് തന്നെ നടക്കാവുന്നതാണ്. Alright. So can you tell our viewers who are those people with pain in the joint who have to approach a doctor immediately? ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ ഏതെങ്കിലും സമയത്തൊക്കെ ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വിട്ടുമാറാത്ത ജോയിൻറ്റ് വേദന, അത് കഠിനമായ രീതിയിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജോയിൻറ്റ് വേദന, അല്ലെങ്കിൽ ജോയിൻറ്റിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വീക്കം അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, അതായത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്താണ് നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടത്. Thank you, Dr. Navaneeth. So the theme of World Arthritis Day is spreading awareness in the society about arthritis, and I hope with our little discussion we have achieved we are able to clarify some of the misconceptions surrounding arthritis. And with this I would like to thank the viewers and the audience for this little talk. So thank you very much. Thank you.